ഡാക്ക് പഠിക്കാവേ. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കണം. 2 ടൈപ്പ് പഠിക്കാനുണ്ട്, വെയ്റ്റഡ് റെസിസ്റ്ററും R2R. ഇപ്പം ഡാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഈ ഡയഗ്രാം ഒന്ന് വരച്ച് വയ്ക്കണം. ഡാക്ക് ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കും, ഇൻപുട്ട് കുറേ ബിറ്റ്സ് ആയിരിക്കും, റെഫറൻസ് വോൾട്ടേജ് കാണും ഡാക്കിന്. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാ: വി ഔട്ട് ഈക്വൽ ടു K ഇൻറ്റു വി എഫ് എസ് എന്ന് വെച്ചാൽ ഫുൾ സ്കെയിൽ വോൾട്ടേജ്, ഇൻറ്റു D1/2⁻1 പ്ലസ് D2/2⁻2 പ്ലസ് D3/2⁻3 പ്ലസ് Dn/2⁻n. ആ ബൈ 2⁻1 എല്ലാം നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 2⁻−1 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം വെയ്റ്റഡ് റെസിസ്റ്റർ ആദ്യം നോക്കാം. വെയ്റ്റഡ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഓപ്പ് ആമ്പ് വരയ്ക്കും, നെഗറ്റീവിലോട്ടൊരു ഫീഡ്ബാക്ക് കൊടുത്തിടും, എന്നിട്ട് നീളത്തിൽ വരയ്ക്കും. കുറേ റെസിസ്റ്റേഴ്സിന് ഇവിടെ ഇങ്ങനെ വരച്ചിടും. ഇതാണ് വെയ്റ്റഡ് റെസിസ്റ്റർ. 2⁻1R, 2⁻2R, 2⁻3R, അങ്ങനെ 2⁻nR. ഓരോ റെസിസ്റ്ററിനും ഒരു ഗ്രൗണ്ട് കൊടുത്തിടണം സൈഡിൽ, വേറെ ഒരു റെഫറൻസ് വോൾട്ടേജും എല്ലാത്തിനും കൊടുത്തിടണം, -VR. ഈ ബിറ്റുകളിനെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടിൽ നമ്മളുടെ അനലോഗ് വോൾട്ടേജും അല്ലേ. ബിറ്റ് നമുക്ക് 1 ആകാം 0 ആകാമല്ലോ. 0 ആകുവാണെങ്കിൽ ബിറ്റിനെ നമ്മൾ ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കണം. ഇനി ഏതെങ്കിലും ബിറ്റ് 1 വരുന്നതെങ്കിലോ നമ്മൾ ഈ റെഫറൻസിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയുമേ ഉള്ളൂ സർക്യൂട്ട്. ഇനി എൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇതല്ലേ കറണ്ട്. ഈ കറണ്ടിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ടെല്ലാം പോകുമല്ലോ. അപ്പോൾ I0 = I1 + I2 + I3 ഇല്ലേ, അതായി എഴുതിയേക്കുന്നത്. I0 = I1 + I2 + I3. I എന്ന് വെച്ചാൽ എന്തുവാ? വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ. വോൾട്ടേജ് എന്തുവാ? VR ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വോൾട്ടേജ്. ഈ വോൾട്ടേജ് എന്തുവാ? VR ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്തുവാ? 2R അല്ലേ. ഇവിടെ VR ഡിവൈഡഡ് ബൈ 2⁻2R, VR ഡിവൈഡഡ് ബൈ 2⁻3R, VR ഡിവൈഡഡ് ബൈ 2⁻nR. ഇതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്, നമ്മളിവിടെ ബിറ്റ് എഴുതത്തില്ലേ, 1 ആണോ 0 ആണോ. അപ്പം D1ഉം D2ഉം D3യും കൂടെ ആ കൂട്ടത്തിൽ എഴുതിയേക്കണം. D1ഉം D2ഉം D3 എല്ലാം എഴുതി. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ 1/2R എന്നിട്ടില്ലേ, അതിന് പകരം വേണമെങ്കിൽ നമുക്ക് V/Rനെ അവിടെ ഇട്ടേച്ച് 2നെ മുകളിൽ കൊണ്ടുപോയി 2⁻−1 എന്ന് എഴുതാം, 2⁻−2 എന്ന് എഴുതാം. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഇതാണ് നമ്മളിപ്പം ഡാക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തുവാ? ഇത് കറണ്ടിൻ്റെ ഇക്വേഷൻ അല്ലേ, ഇത്. ഔട്ട്പുട്ട് എന്തുവാ? ആ കറണ്ട് ഇൻറ്റു ഈ വോൾട്ടേജ് അല്ലേ, ആ കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് അല്ലേ, അതാണ് എഴുതിയേക്കുന്നത്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് RF. ഇതിൻ്റെ കൂട്ടത്തിലൊരു RF കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഔട്ട്പുട്ട് വോൾട്ടേജായി. അത്രയും ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റെപ്പ് വൈസ്, അതായത് 0, 1, 2, 3 എന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ബിറ്റിനനുസരിച്ച് നമ്മൾ അതിൻ്റെ നടുക്കൂടൊരു അനലോഗ് വോൾട്ടേജ് വരയ്ക്കുന്നതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഈ സ്റ്റെപ്പുകളാണ് നമ്മളുടെ ഇൻപുട്ട്. 000, 001, 010, 011, അങ്ങനെ ഇവിടെ 000 അങ്ങനെയൊക്കെ വരും. അതിൻ്റെ നടുക്കൂടെ പോയേക്കുന്ന വരെയാണ് നമ്മളുടെ ഔട്ട്പുട്ട്.